അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ഫേസ് സ്റ്റോണിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞു. ഇന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. 2 തുടങ്ങാം. The years went on and Ernest grew to be a young man. കാലങ്ങളിങ്ങനെ കഴിഞ്ഞുപോയി. ഏണസ്റ്റ് വളർന്ന് ഒരു യങ്ങായി. He attracted little notice from the inhabitants of the valley. He attracted, അവനെ അട്രാക്റ്റ് ചെയ്യപ്പെട്ടു. ചെറിയ രീതിയിൽ അവനെന്താണ് മറ്റുള്ളവർ ആകർഷിക്കാൻ തുടങ്ങി. ഫ്രം ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ വാലി, ആ വാലിയിലെ ജനങ്ങൾ നമ്മളുടെ ഏണസ്റ്റിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഏണസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ തുടങ്ങി എന്നർത്ഥം. They saw nothing remarkable in his way of life. They saw nothing, അവർ ഒന്നും തന്നെ കണ്ടില്ല. റിമാർക്കബിൾ, ഒന്ന് പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന റിമാർക്കബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ അവൻ്റെ ലൈഫിൽ കണ്ടില്ല. They saw nothing, അവരൊന്നും കണ്ടില്ല. റിമാർക്കബിൾ, പ്രത്യേക എടുത്തു പറയാൻ പറ്റുന്ന ഒന്നും തന്നെ ആ ജനങ്ങൾ കണ്ടില്ല. ഇൻ ഹിസ് വേ ഓഫ് ലൈഫ്, ഏണസ്റ്റിൻ്റെ ജീവിത മാർഗത്തിൽ. എക്സെപ്റ്റ് ദാറ്റ്, ഒന്നൊഴികെ. എന്താണത്? വെൻ ദ ലാബർ ഓഫ് ദ ഡേ വാസ് ഓവർ. ലാബർ ഇറ്റ് മീൻസ് വർക്ക്. വെൻ വർക്ക് ഈസ് ഓവർ, അദ്ദേഹത്തിൻ്റെ പണി കഴിഞ്ഞു വന്നാൽ. ഹീ, ആ ഏണസ്റ്റ്, സ്റ്റിൽ ലവ് ടു ഗേസ് അപ്പോൺ ദ ഗ്രേ സ്റ്റോൺ ഫേസ്. അവൻ ഇഷ്ടപ്പെടുന്നു ടു ഗേസ്, ഇങ്ങനെ നോക്കിയിരിക്കാൻ, അപ്പോൺ ദ ഗ്രേസ്റ്റ് സ്റ്റോൺ ഫേസ്, ആ കല്ലിന് നോക്കിയിരിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. ആ ഒരു സംഗതി മാത്രമേ അവർക്ക് എടുത്തു പറയാനുള്ളൂ. ദിയർ ഐഡിയ വാസ് ദാറ്റ് ദിസ് വാസ് എ ഫോളി. അവരിങ്ങനെ പറയും, എന്ത്? ദിയർ ഐഡിയ വാസ്, ആ ജനങ്ങളിങ്ങനെ പറയും, ദാറ്റ് ഈസ് ദ വാസ് എ ഫോളി, അതൊരു മിസ്റ്റേക്കാണ്, അവൻ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് ജനങ്ങളിങ്ങനെ പറയും. ബട്ട് പാഡണബിൾ, പക്ഷെ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണ്. അവനെങ്ങനെ നോക്കി നോട്ടെ, അവൻ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, എന്നാലും പ്രശ്നമൊന്നുമില്ല. ഫോർഗീവബിളാണ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, ക്ഷമിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ആ ഒരു പ്രശ്നം മാത്രമേ അവൻ്റെ അടുത്തുള്ളൂ. ബിക്കോസ്, കാരണം എന്താ അവർ പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം, ബിക്കോസ് ഏണസ്റ്റ് വാസ് എ ഇൻഡസ്ട്രിയസ്. ഏണസ്റ്റ് വളരെ പരിശ്രമിയാണ്. അവൻ നന്നായി ജോലിയെടുക്കും, ആത്മാർത്ഥമായ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്. കൈൻഡ്, വളരെ ദയാലുവാണ്. ആൻഡ് നൈബേർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഹെൽപ്ഫുള്ളാണ്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഏണസ്റ്റ്. അതുകൊണ്ട് അവങ്ങനെ ഒരു കല്ലിന് നോക്കിയിരിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമില്ല. They did not know that the great stone face had become a teacher to him. പക്ഷെ അവർക്കറിയില്ല, എന്ത്? They did not know, ആ ജനങ്ങൾക്കറിയില്ല, the great stone face had become a teacher to him. ഗ്രേറ്റ് സ്റ്റോണിൻ്റെ ആ ഫേസ് അവൻ്റെ ടീച്ചറാണ് എന്നും അവർക്കറിയില്ല. വേറെന്തും കൂടി അറിയില്ല. ആൻഡ് ദാറ്റ് ദ സെൻറ്റിമെൻറ്റ് വിച്ച് വാസ് എക്സ്പ്രസ്ഡ് ഇൻ ഇറ്റ് വുഡ് എൻലാർജ് ദ യങ് മാൻസ് ഹേർട്ട്. ദ സെൻറ്റിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ്, ആ കല്ലിലുണ്ടാകുന്ന ഫീലിംഗ്. ദ സെൻറ്റിമെൻറ്റ് വിച്ച് വാസ് എക്സ്പ്രസ്ഡ് ഇറ്റ്, ആ കല്ലിൽ ഉണ്ടാകുന്ന സെൻറ്റിമെൻറ്റ് വുഡ് എൻലാർജ്, അത് അധികരിക്കും, ദ യങ് മാൻസ് ഹാർട്ട്, ഈ യുവാവിൻ്റെ മനസ്സിൽ ഇങ്ങനെ അധികരിക്കുമെന്നൊന്നും അവർക്കറിയില്ല. മനസ്സിലായോ? അപ്പോൾ അതായത് ആ കല്ലിൻ്റെ മുകളിൽ കാണുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മളുടെ ഏണസ്റ്റിൻ്റെ മനസ്സിലും അതിങ്ങനെ അധികരിച്ച് വരുന്നൊന്നും ജനങ്ങൾക്കറിയില്ല. ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് ഡീപ്പർ സിമ്പതീസ് ദാൻ അതർ ഹാർട്ട്സ്. ആൻഡ് ഫിൽ ഇറ്റ്, അതുകൊണ്ട് അവൻ എന്താണ്? ഫില്ല് ചെയ്യും, നിറക്കും. വിത്ത് ദ ഡീപ്പർ സിമ്പതീസ്, ഒരുപാട് സിമ്പതികൾ കൊണ്ട്. ദാൻ അതർ ഹാർട്ട്സ്, മറ്റ് ജനങ്ങളിലുള്ളവരേക്കായും സിമ്പതിയും കാര്യങ്ങളൊക്കെ എന്തുണ്ട്? നമ്മുടെ ഏണസ്റ്റിൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഈ ആരുടെ, നമ്മളെ ഫേസ്, ഈ കല്ലുകൊണ്ട് ഉണ്ടായതാണ്. അതൊന്നും ജനങ്ങളറിയില്ല. They did not know that from this would come a better wisdom than could be learned from books. പിന്നെ ജനങ്ങൾക്ക് എന്താ അറിയില്ല? They did not know, ജനങ്ങളറിയില്ല, that from this would come a better wisdom. വലിയ ബുദ്ധിജീവിയാണ്, അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നും നാം പഠിച്ചതിനേക്കാളും ഒരു ബുദ്ധി
ജീവിതം അല്ലെങ്കിൽ സ്റ്റോണിന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പറയാണ് ദേ ഡിഡ് നോട്ട് നോ ദാറ്റ് ഫ്രം ദിസ് വുഡ് കം എ ബെറ്റർ വിസ്ഡം. ഇതൊരു ഒരു എന്താ പറയുക, ബെറ്റർ വിസ്ഡം എന്ന് പറഞ്ഞാൽ, വിസ്ഡം എന്ന് പറഞ്ഞാൽ സാധാരണ അല്ലേ ബുദ്ധി, ഒരു ബുദ്ധി കേന്ദ്രമാണെന്നൊന്നും അവരറിയുകയില്ല. കുഡ് ബി ലേൺ ഫ്രം ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ചതിനേക്കാളും ഈ കല്ലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതൊരു ബുദ്ധി കേന്ദ്രമാണ് എന്നൊന്നും ജനങ്ങളറിയില്ല. Neither did Ernest know that the thoughts which came to him, Ernest അറിയുകയില്ല that the thoughts which came to him, അവനക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഈ കല്ലിന് നോക്കി നിന്നിട്ട് ഒരുപാട് ചിന്തകൾ അവനക്ക് വന്നിട്ടുണ്ട്. To him സോ നാച്ചുറലി, അതെല്ലാം എന്താണ്, നാച്ചുറലായിട്ട് വന്നതാണ്, സോ നാച്ചുറലി. അപ്പോൾ അവൻ ഈ കല്ലിനെ നോക്കി നിന്നപ്പോൾ ഒരുപാട് ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നാച്ചുറലായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ചിന്തയൊക്കെ വന്നതിൻ്റെ ബുദ്ധി കേന്ദ്രം അത് നമ്മളുടെ കല്ലാണ് എന്നുള്ളതൊന്നും ജനങ്ങൾക്കറിയില്ല. ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ദ fireside were higher tone than those which all men shared with him. നോക്കുക, അപ്പോൾ അവൻ എന്തൊക്കെയാണ് ചിന്തിച്ചത്, ദ ഫീൽഡ്സ് അവിടുത്തെ പാടങ്ങൾ, ആൻഡ് ദ ഫയർ സൈഡ് തീൻ്റെ ആ ഭാഗങ്ങൾ, തീ കത്തുന്ന സൈഡ്, ഇതൊക്കെ ഇങ്ങനെ അവൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. ആ ചിന്തകളൊക്കെ എന്താണ്, നാച്ചുറലി അവനക്ക് വന്നതാണ്. വെയർ ഓഫ് എ ഹയർ ടോൺ ദാറ്റ് ദോസ് വിച്ച് ഓൾ മെൻ ഷെയർഡ് വിത്ത് ഹിം. ഈ സംഗതികളൊക്കെ അവിടുത്തെ ജനങ്ങളെന്താണ് അവനോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എ സിമ്പിൾ സോൾ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആത്മാവ്, സിമ്പിൾ ആസ് വെൻ ഹിസ്, അപ്പോൾ ഏണസ്റ്റിനെ കുറിച്ച് പറയാണ്, എ സിമ്പിൾ സോൾ, ഒരു സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. സിമ്പിൾ ആസ് വെൻ ഹിസ് മദർ ഫസ്റ്റ് ടോൾഡ് ഹിം ദ ഓൾഡ് സ്റ്റോറി. ആ സിമ്പിൾ എത്രത്തോളം സിമ്പിളാണെന്ന് പറയണം. ആസ് വെൻ ഹിസ് മദർ, അവൻ്റെ മദർ ഫസ്റ്റ് ടോൾഡ് ഹിം, ഫസ്റ്റായിട്ട് അവനോട് കഥ പറഞ്ഞു. ആ സമയത്ത് അവൻ എത്ര സിമ്പിളായിട്ടൊരു കുട്ടിയെ പോലെയല്ല നിന്നത്, അതേ സിമ്പിൾ തന്നെയാണ് ഇപ്പോഴും ഏണസ്റ്റ്. ഹീ ബിഹെൽഡ് എന്ന് പറഞ്ഞാൽ കണ്ടു. ദ മാർവലസ് ഫേസ്, മാർവലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യമായിട്ടുള്ള ആ ഫേസ്. ലുക്കിംഗ് ഡൗൺ ദ വാലി, അത് വാലിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. ആൻഡ് സ്റ്റിൽ വണ്ടേഡ്, ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. വൈ ഇറ്റ്സ് ഹ്യൂമൻ ലൈക്ക്നെസ് വാസ് സോ ലോങ് ഇൻ കമ്മിങ്. അപ്പം അങ്ങനെ ഏണസ്റ്റ് പറയാണ്, വൈ ഇറ്റ്സ് ഹ്യൂമൻ ലൈക്ക്നെസ് വാസ് സോ ലോങ് കമ്മിങ്. ഇത് മനുഷ്യന്മാരിൽ ഇതുപോലെ ലൈക്ക്നെസ് ഉള്ള ഒരാൾ വരുമെന്നിങ്ങനെ ഒരു പ്രൊഫസി ഉണ്ടല്ലോ, ആ പ്രൊഫസിക്കനുസരിച്ച് എന്തിനാ ഇത്രയും കാലതാമസം അത് വരാൻ. വൈ ഇറ്റ്സ് ഹ്യൂമൻ ലൈക്ക്നെസ് വാസ് സോ ലോങ് ഇൻ കമ്മിങ്, എന്താണ് വരാൻ ഇത്രയും താമസം, വേഗം വന്നൂടെ എന്നവൻ ഇങ്ങനെ ചിന്തിക്കാൻ. അപ്പോൾ നമ്മളെ ഗ്യാദർ ഗോൾഡ് മുമ്പ് വന്നിരുന്നു അല്ലേ. അപ്പോൾ ഗ്യാദർ ഗോൾഡിനെ കുറിച്ചൊന്ന് പറയാണ്. ബൈ ദിസ് ടൈം, ഈ സമയത്ത്, പുവർ മിസ്റ്റർ ഗ്യാദർ ഗോൾഡ് വാസ് ഡെഡ്, അദ്ദേഹം മരിച്ചു. ആൻഡ് ബറീഡ്, കുഴിച്ചിട്ടു. ബറീഡ് അല്ലേ, ബറീഡ് എന്ന് പറഞ്ഞാൽ കുഴിച്ചിരിക്കുക. ഹിസ് വെൽത്ത്, അദ്ദേഹത്തിൻ്റെ വെൽത്തും കുഴിച്ചു പോയി, അല്ലെങ്കിൽ കുഴിച്ചിട്ടു. അതായത് കുഴിച്ചിട്ടുക എന്ന് പറഞ്ഞാൽ ഒക്കെ നശിച്ചു. വിച്ച് വാസ് ദ ബോഡി ആൻഡ് സ്പിരിറ്റ് ഓഫ് ഹിസ് എക്സിസ്റ്റൻസ്. അദ്ദേഹത്തിൻ്റെ ബോഡിയും അതിൻ്റെ സ്പിരിറ്റ് അല്ലേ, അതിൻ്റെ ആ ഒരു സ്പിരിറ്റൊക്കെ എന്താണ്, അതൊക്കെ മറമാടപ്പെട്ടു. ഹാഡ് ഡിസപ്പിയേർഡ് ബിഫോർ ഹിസ് ഡെത്ത്. അത് പറയാണ്, ബൈ ദിസ് ടൈം പുവർ മിസ്റ്റർ ഗ്യാദർ ഗോൾഡ് വാസ് ഡെഡ് ആൻഡ് ബറീഡ്. ഗ്യാദർ ഗോൾഡ് മരിച്ചു, അദ്ദേഹത്തെ കുഴിച്ചിട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ കുറിച്ച് പറയാണ്. ഹിസ് വെൽത്ത്, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്തായത്. വിച്ച് വാസ് ദ ബോഡി ആൻഡ് സ്പിരിറ്റ് ഓഫ് ഹിസ് എക്സിസ്റ്റൻസ്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്. അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആ ഒരു എന്താ ആയിരുന്നു, വെള്ളവും വളവും എന്നൊക്കെ പറയാം നമുക്ക്. വിച്ച് വാസ്, സമ്പത്തായിരുന്നു. ദ ബോഡി, അദ്ദേഹത്തിൻ്റെ ബോഡി, ശരീരം. ആൻഡ് സ്പിരിറ്റ്, അദ്ദേഹത്തിൻ്റെ ആത്മാവ്. ഓഫ് ഹിസ് എക്സിസ്റ്റൻസ്, അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക, ഇവിടുത്തെ നിലനിൽപ്പ് തന്നെ ആ സമ്പത്തുകൊണ്ടായിരുന്നു. ഹാഡ് ഡിസപ്പിയേർഡ് ബിഫോർ ഹിസ് ഡെത്ത്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സിസ് ദ മെൽറ്റിംഗ് അവേ ഓഫ് ഹിസ് ഗോൾഡ്, അദ്ദേഹത്തിൻ്റെ സ്വർണ്ണങ്ങളൊക്കെ എന്താണ്, ഒരുങ്ങിപ്പോയി, അതായത് അതൊക്കെ നശിച്ചുപോയി. ഇറ്റ് ഹാഡ് ബീൻ ജനറലി അഗ്രീഡ്, അതുകൊണ്ട് ജനങ്ങളൊക്കെ ജനറലി അഗ്രീഡ്, ജനങ്ങളൊക്കെ സമ്മതിച്ചു ദാറ്റ് ദർ വാസ് നോ ഗ്രേറ്റ് ലൈക്ക്നെസ്,
അവൻക്ക് എന്തില്ല, ഒരു ഒരു സിമ്പതിയും അല്ലെങ്കിൽ ഇതുപോലത്തെ സഹിഷ്ണുതാപരമായിട്ടുള്ള ഒന്നും തന്നെ ആ ഗ്യാദർ ഗോൾഡിലില്ല. കാരണം അവന് സമ്പത്തിൻ്റെ മേലിൽ ജീവിച്ചതാണ്. സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോത്തിന് അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ സമ്പത്ത് മാത്രമേ അവനക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ആഫ്റ്റർ ഓൾ ബിറ്റ്വീൻ ദ റൂയിൻഡ് മെർച്ചൻ്റ് ആൻഡ് ദ മെജസ്റ്റിക് ഫേസ് അപ്പോൺ ദ മൗണ്ടെയിൻ. മരിച്ചു കടന്ന അല്ലെ റൂയിൻഡ് മെർച്ചൻ്റ്, നശിച്ചു പോയിട്ടുള്ള ഒരു കച്ചവടക്കാരൻ്റെയും അതുപോലെ തന്നെ ഉജ്ജ്വലമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഫേസിൻ്റെ ഇടയിൽ പ്രത്യേകമായിട്ടൊരു ബന്ധവുമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ആഫ്റ്റർ ഓൾ ബിറ്റ്വീൻ ദ റൂയിൻഡ് മെർച്ചൻ്റ്, നശിച്ചുപോയ കച്ചവടക്കാരനും, ആൻഡ് ദ മെജസ്റ്റിക് ഫേസ്, അതിസുന്ദരമായിട്ടുള്ള ഉജ്ജ്വലമായ പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഈ ഫേസിൻ്റെ ഇടയിൽ പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല, ഒരു ലൈക്ക്നെസ്സും ഇല്ല, അയാൾക്കില്ലാത്തവനായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുകയാണ് ഇറ്റ് സോ ഹാപ്പൻഡ്, അങ്ങനെ ഇരിക്കെ ഇത് സംഭവിച്ചു. എന്താണ്? ദാറ്റ് ദ അനദർ സൺ ഓഫ് ദ വാലി, മറ്റൊരു മകൻ, ഈ വാലിയുടെ മറ്റൊരു മകൻ ഹാഡ് ബിക്കം എ സോൾജിയർ മെനി ഇയേഴ്സ് ബിഫോർ. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരു എന്തായിരുന്നു? സോൾജിയർ ആയിരുന്നു, അവന് പട്ടാളക്കാരനായിരുന്നു. ആഫ്റ്റർ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹാർഡ് ഫൈറ്റിംഗ്, ഒരുപാട് കാലത്തെ നന്നായിട്ടുള്ള യുദ്ധം ചെയ്തതിന് ശേഷം, ഹി വാസ് നൗ എ ഫേമസ് കമാൻഡർ, അദ്ദേഹം ഇപ്പോൾ പ്രശസ്തി നേടിയ ഒരു കമാൻഡറാണ് അല്ലേ, ഒരു യുദ്ധം ചെയ്യുന്ന കമാൻഡറാണ്, പട്ടാളക്കാരെ നയിക്കുന്നവനാണ്. ഹി വാസ് നോൺ ഓൺ ദ ബാറ്റിൽ ഫീൽഡ് ബൈ ദ നെയിം ഓഫ് എ ബ്ലഡ് ആൻഡ് തണ്ടർ. അല്ലെങ്കിൽ യുദ്ധകാലത്ത് അല്ലെങ്കിൽ യുദ്ധവേളയിൽ, ബാറ്റിൽ ഫീൽഡ്, യുദ്ധത്തിൻ്റെ നേരത്ത് അദ്ദേഹത്തെ ഇവിടെ അറിയപ്പെടുന്നത് എന്താണ്? സൈനികരുടെ ഇടയിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഹി വാസ് നോൺ ഓൺ ദ ബാറ്റർ ഫീൽഡ്. ബാറ്റർ ഫീൽഡ് പറഞ്ഞാൽ യുദ്ധ സംരംഭങ്ങൾ അല്ലെങ്കിൽ യുദ്ധരംഗങ്ങളിൽ അല്ലെങ്കിൽ സൈനിക രംഗങ്ങളിൽ എന്ന് നമ്മൾ പറയാം. യുദ്ധരംഗങ്ങളിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ബ്ലഡ് ആൻഡ് തണ്ടർ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അങ്ങനെ ഗ്രേറ്റ് ഒരു സോൾജിയർ ഈ വാലിയിൽ നിന്ന് മുമ്പ് ജീവിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അയാളുടെ അവസ്ഥ എന്താണ്? ഓൾഡ് ആൻഡ് ടയേർഡ് നോ, ഇപ്പോൾ വളരെ ക്ഷീണിച്ചു, വയസ്സനായിട്ടുണ്ട്. ഹി ഹാഡ് ലേറ്റ്ലി എക്സ്പ്രസ്ഡ് എ ഡിസയർ ടു റിട്ടേൺ ടു ഹിസ് നാറ്റീവ് വാലി. അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഈ വാലിയിലേക്ക് തിരിച്ചു വരാൻ. ദ ഇൻഹാബിറ്റൻസ്, അവിടുത്തെ നാട്ടുകാരൊക്കെ, ഹിസ് ഓൾഡ് നൈബേഴ്സ് ആൻഡ് ദിയർ ഗ്രോൺ അപ്പ് ചിൽഡ്രൻ പ്രിപ്പയർഡ് ടു വെൽക്കം ദ റിനോവ്ഡ് കമാൻഡർ. അവിടുത്തെ ഇൻഹാബിറ്റൻസും പിന്നെ അവരുടെ മുമ്പത്തെ നൈബേഴ്സും അയൽവാസികളും ആൻഡ് ദിയർ ഗ്രോൺ അപ്പ് ചിൽഡ്രൻ, അവിടുത്തെ വളർന്ന കുട്ടികളും പ്രിപ്പയർഡ്, അവർ തയ്യാറായി ടു വെൽക്കം ദ റിനോവ്ഡ് കമാൻഡർ, ഈ അറിയപ്പെട്ട ഫേമസ് കമാൻഡറെ സ്വീകരിക്കാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കാൻ. ഇറ്റ് വാസ് ബീങ് സെഡ് ദാറ്റ് അറ്റ് ലാസ്റ്റ് ദ ലൈക്ക്നെസ് ഓഫ് ദ ഗ്രേ സ്റ്റോൺ ഫേസ് ഹാഡ് ആക്ച്വലി അപ്പിയർഡ്. ഇറ്റ് വാസ് ബീങ് സെഡ്, അവരിങ്ങനെ പറയുന്നു, ദാറ്റ് അറ്റ് ലാസ്റ്റ്, അവസാനമായിട്ട്, ദ ലൈക്ക്നെസ് ഓഫ് ദ ഗ്രേ സ്റ്റോൺ ഫേസ് ഹാഡ് ആക്ച്വലി അപ്പിയേർഡ്. ആ ഗ്രേറ്റ് സ്റ്റോണിൻ്റെ പോലെയുള്ള ആ ഒരു ഫേസ് അവസാനത അപ്പിയർ ആവാൻ പോവുകയാണ്. അപ്പോൾ മുമ്പ് ഗ്യാദർ ഗോൾഡ് വന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഈ കമാൻഡറെ വന്നപ്പോൾ പറയാണ് എന്ത്? ഗ്രേറ്റ് സ്റ്റോണ് അപ്പിയർ ആവാൻ പോവുകയാണ്. Therefore was a excitement throughout the valley. ആ വാലി മുഴുവൻ എന്താണ്? നല്ല സന്തോഷം ഒക്കെ ഉണ്ട്, കാരണം കമാൻഡർ വരാൻ പോവുമല്ലേ. ആൻഡ് മെനി പീപ്പിൾ ഹു ഹാഡ് നെവർ വൺസ് തോട്ട് ഓഫ് എ ഗ്ലാൻസിങ് അറ്റ് ദ ഗ്രേ സ്റ്റോൺ ഫേസ് നൗ സ്പെൻഡ് മച്ച് ടൈം ഇൻ ഗേസിങ് അറ്റ് ഇറ്റ്. അപ്പം ജനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് എന്ത്? ഈ ഫേസിനെ പോലത്തെ ഒരാൾ വരുന്നു എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നു. ആ സമയത്ത് എന്തായി? ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. ആൻഡ് മെനി പീപ്പിൾ, ഒരുപാട് ജനങ്ങൾ, ഹു ഹാഡ് നെവർ വൺസ് തോട്ട് ഓഫ് ഗ്ലാൻസിങ്, അവരൊരിക്കലും എന്താണ്? ആ കല്ലിനെ നോക്കണമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല, അങ്ങനത്തെ ജനങ്ങൾ. ആൻഡ് മെനി പീപ്പിൾ ഹു ഹാഡ് നെവർ വൺസ് തോട്ട് ഓഫ് എ ഗ്ലാൻസിങ് അറ്റ് ദ ഗ്രേറ്റ് സ്റ്റോൺ, ഇതുവരെ ആ ഗ്രേറ്റ് സ്റ്റോണിനെ നോക്കാത്തവർ പോലും നൗ, ഇപ്പോൾ സ്പെൻഡ് മച്ച് ടൈം, ഇപ്പോൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നു ഇൻ ഗേസിങ് അറ്റ് ഇറ്റ്, അതിനിങ്ങനെ നോക്കിയിരിക്കാൻ സമയം കണ്ടെത്തുന്നു. കാരണം ഇതുപോലെ സാദൃശ്യമുള്ള ഒരാൾ വരാൻ പോവല്ലേ, അപ്പോൾ ജനങ്ങളൊക്കെ ഒന്നും കൂടി നോക്കുകയാണ്. ഫോർ ദ സേക്ക് ഓഫ് എ നോയിങ് എക്സാക്ട്ലി ഹൗ ജനറൽ ബ്ലഡ് ആൻഡ് തണ്ടർ ലുക്ക്ഡ്. അപ്പോൾ നമ്മളെ ഏണസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുകയാണെന്ന്, സേക്ക് ഓഫ് എ നോയിങ് എക്സാക്ട്ലി ഹൗ ജനറൽ ബ്ലഡ് ആൻഡ് തണ്ടർ ലുക്ക്ഡ്, എങ്ങനെ ഇരിക്കും നമ്മളുടെ ജനറൽ ബ്ലഡ് ആൻഡ് തണ്ടർ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ഏണസ്റ്റ്.
അപ്പോൾ നോക്കുക, ഹോ ഓൺ ദ ഡേ ഓഫ് ദ ജനറൽ അറൈവൽ, ജനറൽ വരുന്ന സമയത്ത്, ഏണസ്റ്റ് ആൻഡ് ഓൾ ദ പീപ്പിൾ ഓഫ് ദ വാലി ലെഫ്റ്റ് ദിയർ വർക്ക്, അവരൊക്കെ ജോലി ഒഴിവാക്കി അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് അവർ ഒരുമിച്ച് കൂടി. ഏണസ്റ്റ് ആൻഡ് ഓൾ അതർ പീപ്പിൾ, എല്ലാവരും ഓഫ് ദ വാലി, വാലിയിലെ ലെഫ്റ്റ് ദിയർ വർക്ക്, ജോലിയൊക്കെ ഒഴിവാക്കിയാണ്. ആൻഡ് പ്രൊസീഡ് ടു സ്പോട്ട് വേർ എ ഗ്രേറ്റ് ബാങ്കറ്റ് ഹാഡ് ബീൻ പ്രിപ്പേർഡ്. ആൻഡ് പ്രൊസീഡ് ടു ദ സ്പോട്ട്, സ്പോട്ട് പറഞ്ഞാൽ സ്ഥലം അല്ലേ, ആ കറക്റ്റ് സ്ഥലത്തേക്ക് എല്ലാവരും പോയി. പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടരാന്നാണ് അർത്ഥം. അപ്പോൾ ആ കറക്റ്റ് സ്ഥലത്തേക്ക് പോയി, സ്പോട്ടിലേക്ക് പോയി. അപ്പോൾ അപകടം നടന്ന സ്പോട്ട് എന്നൊക്കെ പറയില്ലേ. അപ്പം ആൻഡ് പ്രൊസീഡ് ടു ദ സ്പോട്ട്, ആ സ്പോട്ടിലേക്ക് അവരൊക്കെ പോയി. എന്ത് സ്പോട്ട്? വേർ ദ ഗ്രേറ്റ് ബാങ്കറ്റ് ഹാഡ് ബീൻ പ്രിപ്പേർഡ്, അവിടെ വലിയൊരു വിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ കമാൻഡർ വരുന്നതിന്. ആ വിരുന്നൊക്കെ ഒരുക്കിയ സ്ഥലത്തേക്ക് ആര്? ജനങ്ങളും നമ്മളെ ഏണസ്റ്റൊക്കെ പോയി. ബാങ്കറ്റ് എന്ന് പറഞ്ഞാൽ വിരുന്ന്. സോൾജിയർ സ്റ്റുഡ് ഓൺ എ ഗാർഡ്, അവിടുത്തെ സൈനികരൊക്കെ ഗാർഡായിട്ട് നിന്നു. ഫ്ലാഗ്സ് വേവ്ഡ്, പതാക ഇങ്ങനെ വേവ്ഡ് എന്ന് പറഞ്ഞാൽ, വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരമാലല്ല, അപ്പം തിരമാല പോലെ ഇങ്ങനെ ലഹറാന എന്ന് പറയും ഉറുദുവിൽ, ഇങ്ങനെ എന്ത് ചെയ്യുക, ഫ്ലാഗ് പറന്നു. ആൻഡ് ദ ക്രൗഡ് റോഡ്, ജനങ്ങളൊക്കെ ഇങ്ങനെ ശബ്ദിച്ചു, ഇങ്ങനെ അലറി. ഏണസ്റ്റ് വാസ് സ്റ്റാൻഡിങ് ടു ഫാർ ബാക്ക് ടു സീ ബ്ലാക്ക് ആൻഡ് തണ്ടേഴ്സ് ഫേസ്. ഏണസ്റ്റ് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക, ടു ഫാർ, കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത്. ബാക്കിൽ കുറച്ച് ദൂരത്ത് നിൽക്കുകയാണ് നമ്മളെ ബ്ലഡ് ആൻഡ് തണ്ടറെ കാണാൻ. ഹൗവർ ഹീ കുഡ് ഹിയർ സെവറൽ വോയിസ്, പക്ഷേ ആ സമയത്ത് ഏണസ്റ്റ് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ശബ്ദം? ഇറ്റ് ഈസ് ദ സെയിം ഫേസ്, ഇത് എക്സാക്ട്ലി സെയിം ആട്ടോ, സ്റ്റോണിൻ്റെ അതേമാതിരി തന്നെയാണ് കേട്ടോ ഈ ഫേസ്. ക്രൈഡ് വൺ മാൻ, ഒരു മാൻ കരഞ്ഞു പറഞ്ഞു. ഡാൻസിങ് ഫോർ എ ജോയ്, സന്തോഷം കൊണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് ഒരാളിങ്ങനെ പറഞ്ഞു, എക്സാക്ട്ലി അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ടോ നമ്മൾ നോക്കാം. വണ്ടർലി ലൈക്ക്, വേറൊരാൾ പറയാണ് വണ്ടർലി ലൈക്ക് ഇറ്റ്സ് ദാറ്റ് ഈസ് എ ഫാക്ട് റിപ്ലൈഡ് അനദർ. മറ്റേ ആൾ പറയാണ് വണ്ടർലി ലൈക്ക്, അത്ഭുതം എന്നോണം, വളരെ കറക്റ്റ്, ശരിക്കും അതേമാതിരി തന്നെയാണ് എന്ന് പറഞ്ഞു. ആൻഡ് വൈ നോട്ട് ക്രൈഡ് എ തേർഡ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു വൈ നോട്ട്, എങ്ങനെ ആവാതിരിക്കും, കറക്റ്റ് അത് അതേമാതിരി തന്നെ, മുഖമൊക്കെ അതേമാതിരി തന്നെ. ഈസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഓഫ് ദിസ് ഓർ എനി അതർ ഏജ് ബിയോണ്ട് എ ഡൗട്ട്, ഒരു സംശയമില്ല ഇയാൾ തന്നെയാണ് ഗ്രേറ്റസ്റ്റ് പേഴ്സൺ, നമ്മളെ എന്താ പറയുക സ്റ്റോണിൻ്റെ പോലത്തെ ഉള്ള ആൾ ഇത് തന്നെയാണ് എന്ന് പറയും, ഒരു സംശയമില്ല അതിൽ. ഏണസ്റ്റ് അറ്റ് ലാസ്റ്റ് കുഡ് സീ ദ ജനറൽ ഫേസ്. ഏണസ്റ്റ് അവസാനം കുഡ് സീ, അത് കണ്ടു, ദ ജനറൽ ഫേസ്, ജനറലിൻ്റെ ഫേസ്. ആൻഡ് ഇൻ ദ സെയിം ഗ്ലാൻസ്, അതേ സമയം തന്നെ, ഇൻ ദ സെയിം ഗ്ലാൻസ് ടു ദ സൈഡ്, അതേ സമയം തന്നെ അവൻ എന്താണ് ഒരു ജസ്റ്റ് നോട്ടം, സൈഡ് ഹീ കുഡ് ആൾസോ സീ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്, അതേസമയം അവൻ എന്താണ് ആ ഗ്രേറ്റ് സ്റ്റോണിലും നോക്കി നമ്മളെ കമാൻഡറെ മുഖത്തേക്കും നോക്കി. ഇഫ് ദർ വാസ് എ സച്ച് എ ലൈക്ക്നെസ് ആസ് ദ ക്രൗഡ് പ്രൊക്ലൈം എന്ന് പറഞ്ഞാൽ പറയുക, അനൗൺസ് ചെയ്യുക, ഈ ജനങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സാദൃശ്യം അതിലുണ്ടോ? നമുക്കൊരു സംശയം. ജനങ്ങൾ പറഞ്ഞ പോലത്തെ ഇങ്ങനെ മുഖസാദൃശ്യം ഇപ്പം ഇതിലുണ്ടോ? ഏണസ്റ്റ് കുഡ് നോട്ട് റെക്കഗ്നൈസ്, ഏണസ്റ്റിന് ഒരിക്കലും അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഏണസ്റ്റ് പറഞ്ഞു ഇല്ല, ഇതൊന്നും ഇത്ര സാദൃശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏണസ്റ്റിന് ഇങ്ങനെ ആ കല്ല് പറയുന്നതായിട്ട് ഇങ്ങനെ തോന്നുകയാണ്, ഫിയർ നോട്ട് ഏണസ്റ്റ്, കല്ലിങ്ങനെ പറയാണ് ഫിയർ നോട്ട് ഏണസ്റ്റ്, ഏണസ്റ്റ് നീ പേടിക്കണ്ട. സെഡ് ഹിസ് ഹാർട്ട്, അദ്ദേഹത്തെ ആ ഏണസ്റ്റിൻ്റെ മനസ്സിങ്ങനെ പറയണെന്ത്, നീ പേടിക്കണ്ട, കല്ല് പറയുന്നതായിട്ട് അവൻ്റെ മനസ്സ് പറയാണ്. ആസ് ഇഫ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് വാസ് വിസ്പറിങ് ടു ഹിം, കല്ല് അവൻ്റെ വിസ്പർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക, കല്ലിങ്ങനെ അവൻ്റെ മനസ്സിനോട് മന്ത്രിക്കുന്നതായിട്ട് അവനക്ക് ഇങ്ങനെ തോന്നി. ഫിയർ നോട്ട് ഏണസ്റ്റ്, പേടിക്കണ്ട, ഹീ വിൽ കം, സാദൃശ്യമുള്ള ആൾ വരും, നീ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ കമാൻഡർ വന്ന സമയത്ത് എന്താണ് അവൻക്ക് ഇത് അതേപോലെ തോന്നിയില്ല. അങ്ങനെ അവനെന്താണ് ആ കല്ലിങ്ങനെ അവനോട് പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, നീ പേടിക്കൊന്നും വേണ്ട, വരും, ഇൻഷാ അല്ലാഹ് വരും എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളെ ഈ ചാപ്റ്ററോടെ കഴിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ എക്സസൈസ് പറയാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.